ശബരിമലയിൽ രാവിലെയും ഭക്തജനത്തിരക്ക്. സ്പോട്ട് ബുക്കിംഗ് ഹൈക്കോടതി 5000 കുറച്ചെങ്കിലും ഇന്നലെ സ്പോട്ട് ബുക്കിംഗിലൂടെ സന്നിധാനത്ത് എത്തിയത് 14,000-ലധികം ഭക്തരാണ്. കോടതി ഉത്തരവ് പ്രകാരം സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാകാൻ ഇനിയും സമയം എടുത്തേക്കും. തിങ്കളാഴ്ച വരെ സ്പോട്ട് ബുക്കിംഗ് 5000 കുറയ്ക്കാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. പമ്പയിൽ നിന്നും 12 മണിക്കൂർ വരെ ക്യൂ നിന്നാണ് ഭക്തർ ദർശനം നടത്തുന്നത്. വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ് സന്നിധാനത്ത് നിന്ന്. രജിത്ത്, ഇപ്പോൾ മണ്ഡലമാസം ആരംഭിച്ച് 4ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം, വലിയ തിരക്കാണ്, നിയന്ത്രണങ്ങളൊക്കെ വരുന്നു എന്ന് കേൾക്കുന്നു. ബോർഡ് എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? എന്ത് പരിഹാരമാണ് ബോർഡ് മുന്നോട്ട് വയ്ക്കുന്നത്? ശബരിമലയിൽ വലിയൊരു തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ കർശനമായ നിയന്ത്രണങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇന്നും നേരത്തെ തന്നെ ഹൈക്കോടതി അടക്കം ഇടപെട്ടുകൊണ്ട് ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തതാണ്. നിലവിൽ ഇപ്പോൾ ശബരിമലയിൽ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് തന്നെ പറയണം. സന്നിധാനത്താണ് വലിയൊരു തിരക്ക് അനുഭവപ്പെടാത്തത്. എന്നാൽ പുലർച്ചെ 10 മണിക്കൂറും 12 മണിക്കൂർ വരെ ക്യൂ നിന്നിട്ടാണ് പുലർച്ചെ അയ്യപ്പ ഭക്തർ ദർശനം നടത്തിയത്. നിലവിൽ ഇപ്പോൾ അയ്യപ്പ ഭക്തർക്ക് തുടർച്ചയായി 5 മണിക്കൂറിനുള്ളിൽ തന്നെ പമ്പയിൽ നിന്ന് കയറി ദർശനം നടത്താനുള്ള സാഹചര്യം ഉണ്ട് എന്നതാണ്. അല്പം മുമ്പ് നമ്മൾ ഇവിടെ എത്തിയ അയ്യപ്പ ഭക്തരുമായൊക്കെ സംസാരിച്ചിരുന്നു. അവർ വ്യക്തമാക്കിയത് തങ്ങൾ പുലർച്ചെ 2 മണിക്കും 3 മണിക്കും ഒക്കെ പുലർച്ചെ പമ്പയിൽ നിന്ന് കയറിയവരാണ്. അങ്ങനെയെങ്കിൽ നോക്കുകയാണെങ്കിൽ 5 മണിക്കൂറിനുള്ളിൽ പമ്പയിൽ നിന്ന് കയറി ദർശനം നടത്തി സുഗമമായി പോകുന്നതിനുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പുലർച്ചെ 3 മണിക്ക് ഒക്കെയായി ശബരിമലയിൽ ദർശനം നടത്തിയ അയ്യപ്പ ഭക്തർക്കാണ് കൂടുതൽ സമയം ക്യൂ നിൽക്കേണ്ടതായി വന്നിട്ടുള്ളത്. പ്രധാനമായും ആകെ 75,000 പേർക്ക് ദർശനം ഒരുക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ 5000 പേരുടെ സ്പോട്ട് ബുക്കിംഗ് ആണ് കോടതി അനുമതി നൽകിയിട്ടുള്ളത്. തിങ്കളാഴ്ച വരെ 5000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് നടത്തിയാൽ മതി എന്ന നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരെ നിലയ്ക്കലിൽ തടഞ്ഞു നിർത്തി ക്രമീകരിച്ചാണ് ഇങ്ങോട്ടേക്ക് കടത്തിവിടുന്നത്. നിലവിലിപ്പോൾ ശബരിമലയിൽ പഴയതുപോലെ സുഖദർശനം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ നിലവിൽ പമ്പയിൽ നിലയിൽ നിയന്ത്രണങ്ങളില്ല എന്നാണ് എത്തുന്ന അയ്യപ്പ ഭക്തർ പറയുന്നത്. ശരംകുത്തി മുതലാണ് കൃത്യമായി ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം നിലയ്ക്കലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് പമ്പയിലേക്ക് എത്തുന്നതിന് നിയന്ത്രണമുണ്ട്. ഈ പമ്പയിലെ തിരക്കിന് അനുസരിച്ച് മാത്രമാണ് നിലയ്ക്കലിൽ നിന്നും അയ്യപ്പ ഭക്തരെ കടത്തിവിടുന്നത്. നിലയ്ക്കലിലടക്കം സ്പോട്ട് ബുക്കിങ്ങും ഇതേ രീതിയിൽ തന്നെയാണ് തുടരുന്നത്. ഈ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ എണ്ണം കണക്കാക്കിക്കൊണ്ട് മാത്രമാണ് ഇപ്പോൾ കർശന നിർദ്ദേശം കൂടി വന്ന സാഹചര്യത്തിൽ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ എണ്ണം കൂടി കണക്കാക്കിയാണ് അയ്യപ്പ ഭക്തരെ കടത്തിവിടുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പുലർച്ചെ ശബരിമലയിൽ വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടെങ്കിൽ ഇപ്പോൾ വളരെ ശാന്തമായ അന്തരീക്ഷമാണ് ഉള്ളത്. നമുക്കത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഫ്ലൈ ഓവർ വഴി എത്തുന്ന വളരെ സുഗമമായി അയ്യപ്പ ഭക്തർ നടന്നെത്തി ശ്രീകോവിലിനടുത്തേക്ക് എത്തുമ്പോൾ മാത്രമാണ് അല്പനേരമെങ്കിലും അവർക്ക് ഒന്ന് ക്യൂവിൽ നിൽക്കേണ്ടതായി വരുന്നത് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പ്രായമായവർക്കും കുട്ടികൾക്കുമായി പ്രത്യേക ക്യൂ ഈ അയ്യപ്പ ഭക്തർക്ക് ഒരുക്കി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് അനുഭവപ്പെടാതെ അയ്യപ്പ ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താൻ കഴിയുന്നു എന്നതാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ നമുക്ക് ശബരിമലയിൽ നിന്നും പറയാൻ കഴിയുന്നത്. ഇന്നലെ പക്ഷേ 12 മണിക്കൂറൊക്കെ ക്യൂ നിന്നാണല്ലോ ഭക്തർ ദർശനം നടത്തുന്നത്. ഇന്നിപ്പോൾ എങ്ങനെയാവും എന്നറിയില്ല, നിയന്ത്രണങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് മാറിമറിയുക എന്നറിയില്ല. പക്ഷേ ഇന്നലെ വരെയുള്ള കണക്ക് വെച്ച് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന, ഇപ്പോൾ രജിത്ത് പറഞ്ഞ പോലെ തന്നെ പ്രായമുള്ള ആളുകളുണ്ട്, കുട്ടികളുണ്ട്. ഇവർക്കൊക്കെ വെള്ളം കുടിക്കെങ്കിലും വേണ്ടേ? അതിനുള്ള സംവിധാനങ്ങളെങ്കിലും ഏർപ്പാടാക്കിയിട്ടുണ്ടോ ദേവസ്വം ബോർഡ്? തീർച്ചയായും അത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് അയ്യപ്പ ഭക്തർക്ക് വലിയ തിരക്ക് അനുഭവപ്പെട്ട ദിവസങ്ങളിലാണ് കുടിവെള്ളമടക്കം ലഭിക്കാതെ വരികയും പലരും തിരികെ പോകുന്ന സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. കാരണം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ ആളുകളെ നിയോഗിച്ചുകൊണ്ട് വെള്ളവും ഭക്ഷണവും ബിസ്ക്കറ്റും നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളടക്കം വരുത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് പോലീസിനെ കൂടാതെ കേന്ദ്രസേനയുടെ NDRF ടീമടക്കം സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. അവരും തിരക്ക് നിയന്ത്രണത്തിൽ വ്യക്തമായ പങ്ക് വഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രണത്തിലായിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശബരിമലയിൽ സുഗമമായ ദർശനം രാവിലെ ഇപ്പോൾ സുഗമമായ ദർശനം തുടരാൻ കഴിയുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
എന്തുതന്നെയായാലും വരും ദിവസങ്ങളിലും ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രകാരമുള്ള സ്പോട്ട് ബുക്കിങ്ങുകളും വെർച്വൽ ക്യൂ ബുക്കിങ്ങുകളും തുടരുന്ന ഒരു സാഹചര്യത്തിൽ ശബരിമല തിരക്ക് നിയന്ത്രണ വിധേയമായി തന്നെ തുടരും എന്നതാണ്. നിലവിലിപ്പോൾ അയ്യപ്പ ഭക്തരുടെ വരവും അതുപോലെ തന്നെ തിരക്കും നിയന്ത്രണ വിധേയമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പലരും രാവിലെ എത്തിയിട്ടുള്ള അയ്യപ്പ ഭക്തരുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാൻ കഴിയും. സ്വാമി, എപ്പോഴാണ് പമ്പയിലെത്തിയത്? വെൻ യു റീച്ച് പമ്പ? I reached today morning around 4:30. അതാണ് 4 മണിയോട് കൂടിയാണ് പലരും എത്തിയിട്ടുള്ളത്. പമ്പയിൽ എപ്പോഴാണ് പമ്പ? പമ്പയിൽ 2 മണി അടുപ്പിച്ചാണ് എത്തിയത്. 2 മണി അടുപ്പിച്ചത്. എവിടെയൊക്കെയാണ് ക്യൂ ഉള്ളത്? ക്യൂ ഉള്ളത് എവിടെ വെച്ചാൽ നമ്മളെ ശരംകുത്തിയിലാണോ നിങ്ങൾ? അങ്ങോട്ട് കയറി വന്നപ്പോൾ ക്യൂ എല്ലാം ഉണ്ടായിരുന്നോ? നല്ല ക്യൂ ഉണ്ടായിരുന്നു. നല്ല ക്യൂ. പലരും പല രീതിയിലാണ് നമ്മളോട് പ്രതികരിക്കുന്നത്. 4 മണിയോടുകൂടി പമ്പയിലെത്തിയവരും 2 മണിയോടുകൂടി പമ്പയിൽ നിന്ന് ക്യൂവിൽ കയറിയവരും ഒക്കെയുണ്ട്. എന്തുതന്നെയായാലും തുടർച്ചയായ ഒരു 5 മണിക്കൂർ ക്യൂ അത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. 5 മണിക്കൂർ കൊണ്ട് അയ്യപ്പ ഭക്തർക്ക് സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട് നിലവിലത്തെ ഒരവസ്ഥയിൽ. ഈ വരും മണിക്കൂറുകൾ ഒരു പക്ഷേ ഹൈക്കോടതിയുടെ കൂടുതൽ ഇടപെടൽ അടക്കമുള്ളതിനാൽ തന്നെ അത്തരത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് കൂടുതൽ വേഗത്തിൽ അയ്യപ്പ ഭക്തർക്ക് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തി ദർശനം നടത്തി മടക്കാൻ കഴിയും. എന്നാൽ പമ്പയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് നിലയ്ക്കലിൽ നിന്നും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് തുടരുകയുമാണ്.